ഈ അടുത്ത കാലത്ത് നമ്മൾ മാർബിളിൻ്റെ ടൈലിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഇവിടെ ഒരുവിധം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈലിൻ്റെ കാര്യമായാലും മാർബിള്, ക്ലാഡിങ്, നാച്ചുറൽ സ്റ്റോൺ ഒക്കെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എല്ലാം നമ്മൾ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ആണ്, ലിവിങ് ഏരിയ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് വരുന്നത്. ഈ ഏരിയ നല്ല മനോഹരമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ വീടിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്കാണ്. ഈ വീട്ടിൽ ഓരോ ഭാഗവും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിവിങ് സ്പേസിനായാലും ഡൈനിങ്ങിനായാലും കിച്ചണ്, ബെഡ്റൂം എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മാർബിളിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ്. മാർബിളിൻ്റെ ടോപ്പും അതേപോലെ വുഡിൻ്റെ ലെഗൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണിത്. ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അധിക പേര് ഉപയോഗിക്കുന്ന കോഡ്സ് തന്നെയാണ്. വൈറ്റ് കളറിൽ വരുന്ന കോഡ്സാണ് നമ്മൾ ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതും 45 ഒക്കെ അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തിട്ട് ഡബിൾ ആക്കിയിട്ട്, സാധാരണ ഡബിൾ ഒട്ടിക്കുക ആവശ്യമാണ്. ഇത് 45 കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിനോട് ചേർന്നിട്ട് തന്നെ ഒരു വർക്കിംഗ് സ്പേസും കൂടി ഉണ്ട്. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഗാലക്സി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അതും ചെയ്തിട്ടുള്ളത്. അതൊക്കെ 45 ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ കിച്ചണിലെ കൗണ്ടർ ടോപ്പിനോട് ചേർന്നിട്ടായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് ചെറിയ ബിസ്ക്കറ്റ് ടൈപ്പ് പറയുന്ന ടൈലുകളാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ടൈലുകളാണ് നമ്മളിവിടെ ഒട്ടിച്ചിട്ടുള്ളത്. ചെറിയ 5 സെൻറ്റിമീറ്ററിന് 20 സെൻറ്റിമീറ്റർ നീളം വരുന്ന ടൈലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ കൗണ്ടർ ടോപ്പിൻ്റെ വാളിൽ നമ്മൾ 4x2 സൈസ് വരുന്ന ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഈ ഒരു ടൈല് വരുന്നത്. അത് നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് സ്പേസറൊന്നും കൊടുക്കാതാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലെ വാളിൽ 4x2 സൈസ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളതെങ്കിലും നമുക്കതിൻ്റെ ജോയിൻ്റ് ഒന്നും മനസ്സിലാവില്ല. കാണുന്നതിൽ വലിയ ടൈല്, സ്ലാബ് പോലത്തെ ടൈൽ ഒട്ടിച്ചിട്ടുള്ള മാതിരിയാണ് തോന്നുന്നത്. ഈ ഒരു കിച്ചണിൽ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സിങ്ക്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ടൈപ്പ് സിങ്ക് വെക്കുന്നുണ്ട്. ഇതും നമ്മളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ചിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കോഡ്സിൻ്റെ മുകളിൽ. ഈ ഒരു സിങ്കിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഗ്ലാസ് വാഷ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൈപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി. അതുകൂടാതെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു മിക്സർ ടൈപ്പ് കണക്ഷൻ പൈപ്പാണ്. നമുക്ക് ഹോട്ട് വാട്ടർ അതേപോലെ തന്നെ നോർമൽ വാട്ടറൊക്കെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൈപ്പാണ്. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് അതേപോലത്തെ മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇതിന് ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് മൾട്ടി ഫങ്ഷൻ ആയിട്ട് വരുന്ന ഒരു സിങ്കാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്.